sono de Yaroawa de Menusho di Peri Beleskadiane Nemu Isiki Sane Yusato Kopitai Ano Nisi Matadora Tam Tak Ora Tata Utaru Pesam Tem Tagora Matadora Tak Ora Tak Ora Natoano Pesam അപ്പോൾ ഇതൊരു ജപ്പാൻ സോങ് ആണ് കേട്ടോ. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മൂളുമ്പൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ എന്താ സംഭവം എന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഞങ്ങളൊന്ന് പാടുമെന്ന് പറഞ്ഞു അങ്ങനെ പഠിപ്പിച്ചാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് മോൻ്റെ 10th ബർത്ത്ഡേ ആണ്. അതുകൊണ്ടാണ് ഫസ്റ്റ് അവൻ്റെ ഒരു പാട്ട് തന്നെ സ്റ്റാർട്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഇന്ന് ബർത്ത്ഡേക്ക് നമ്മൾ നോർമൽ ദിവസത്തിനേക്കാളും ഇച്ചിരി പ്രത്യേകതയുള്ള ദിവസമാണല്ലോ. കാരണം 10ാമത്തെ ബർത്ത്ഡേ ആണ്, 10 വയസ്സായി അങ്ങനെ അവന്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീക്കെൻഡിൽ ഫ്രണ്ട്സായിട്ട് സെലിബ്രേഷനൊക്കെ ചെയ്തായിരുന്നു. ഇത് നോർമൽ ദിവസം ആവണ്ട ബർത്ത്ഡേ, നമ്മൾ സ്കൂളിലേക്ക് ചോക്ലേറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തു, അങ്ങനെയുള്ള ഒരു ദിവസം മാത്രം പോരാ. അവൻ എന്തെങ്കിലും മെമ്മറിക്ക് വേണ്ടേ, എപ്പോഴും ഗിഫ്റ്റ് മാത്രം പോരല്ലോ, എന്തെങ്കിലുമൊക്കെ ആക്കാം, അവൻ്റെ ഇഷ്ടത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ അവനെ സ്കൂളിൽ നിന്ന് നേരിട്ടിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. സ്കൂളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്ക് 7 മണിയൊക്കെ ആവില്ല. അപ്പോൾ പിന്നെ പോലെ ലേറ്റ് ആവണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരത്തെ 6 മണിയായപ്പോൾ സ്കൂൾ വിട്ട ടൈമിന് തന്നെ സ്കൂളിലേക്ക് പോയി അവനെയും പിക്ക് ചെയ്ത് നമ്മൾ നേരെ ഇസ്താൻ മാളിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വക്ര ഇസ്താൻ മാളിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ അവൻ ആദ്യം തന്നെ അവിടെ ചെന്നപ്പോൾ ഫൺവില്ലയിൽ പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഫൺവില്ലയാണ് അവന് ഫസ്റ്റ് പ്രയോറിറ്റി കേട്ടോ. അവിടെ പല പല ഗെയിംസുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഓരോന്നായിട്ട് കളിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ കാർഡും റീചാർജ് ചെയ്ത് അങ്ങനെ ഫൺവില്ലിൽ ഓരോ ഗെയിമായിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. എന്തോ തോക്കോട് വെടിവെക്കണതോ എന്തോ ജുറാസിക് പാർക്കോ അങ്ങനെ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെയാണെന്ന് എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ. പിന്നെ ബഗ്ഗിയിലുള്ളൊരു റൈഡ്, ഇത് അവരെന്തോ അവിടെ കാണുന്നത് മാർക്ക് കിട്ടാനോ എന്താ ഇടിച്ച് മാർക്ക് കൊടുക്കുക അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവർക്കിത് വലിയ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണല്ലോ. ഇപ്പോൾ അവൻ എപ്പോഴും വരുമ്പോൾ പറയും ഇവിടെ കയറണം പിന്നെ പോകാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ തള്ളിക്കളഞ്ഞായിരുന്നു. പിന്നെയാണ് ഞങ്ങൾ ആലോചിച്ചത് ബർത്ത്ഡേക്കല്ലേ, അപ്പോൾ അവരിഷ്ടമുള്ള സംഭവങ്ങളാക്കി കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാട്ടോ നമ്മളിവിടെ എത്തിയത്. അപ്പോൾ കുറേ പലതരത്തിലുള്ള ഗെയിമുണ്ട്. കളിച്ചതിന് 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ തിങ്കളാഴ്ചയാണ് അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, May 4th. പക്ഷെ നമ്മൾ നോർമൽ രീതിയിൽ വർക്കിംഗ് ഡേ അല്ല, വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ചെന്നു. പക്ഷെ നല്ല തിരക്കായിരുന്നു. ക്യൂ ഒക്കെ നിന്നിട്ടോ ഓരോ ഗെയിമിന് തന്നെ കിട്ടിയത്. കാരണം അവിടെ എന്തോ മൺഡേ ദിവസങ്ങളിൽ എന്തോ ഓഫറോ അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഓരോന്ന് അവന് ഇഷ്ടമുള്ള ഓരോ ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ച് ക്ഷീണിച്ചാണ്. ഞാൻ അടുത്തത് അവന് വേണ്ടത് ഫുഡ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പിസ്സ വേണം, അതുപോലെ തന്നെ KFC നിന്ന് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ചീസൊക്കെ ഇട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അതും കൂടി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു മീഡിയം സൈസ് പിസ്സ പറഞ്ഞു, ചിക്കൻ പിസ്സയാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ കഴിച്ചു. അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ്, അത് നല്ലൊരു സംഭവമായിരുന്നു കേട്ടോ. ഇതാണ് ഐറ്റംസ്, ഞങ്ങൾക്ക് നല്ലത് ഇഷ്ടമാണ്, ഞങ്ങൾ എപ്പോൾ പോയാലും അത് ഓർഡർ ചെയ്യും. അതൊക്കെ കഴിഞ്ഞ് ഇതിനടുത്തത് അവന് ചെറിയൊരു ഗിഫ്റ്റ് വേണമെന്ന് പറഞ്ഞു. അവൻ പോക്കിമോൺ കാർഡ്, റുബിക്സ് ക്യൂബ് അങ്ങനെ എന്തോ സംഭവമൊക്കെയാണ് നോക്കിയത്. പക്ഷെ അത് കിട്ടിയില്ല. ഇതെന്തോ വോളിലേക്ക് കയറി സ്റ്റിക്കായിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു, ഫുഡൊക്കെ കഴിച്ച് അവർ ഗിഫ്റ്റൊക്കെ വാങ്ങി. അവൻ ഹാപ്പി, ഞങ്ങളും ഹാപ്പി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ അവൻ്റെ ഒരു